ശ്രീ ജിൻഡോ ജോൺ, സാധാരണ നിലയിൽ കേരള കോൺഗ്രസ് ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ പറയുന്ന സ്ഥിരം ഉപമ എന്ന് പറയുന്നത് വളരെ സുന്ദരിയായ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ നാട്ടിലുള്ള എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുമല്ലോ, അതുപോലെ എല്ലാവരും ഞങ്ങളെ സമീപിക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ അത് പറഞ്ഞിട്ടില്ല, പകരം ജയം ഞങ്ങളുണ്ടെങ്കിലേ ഉണ്ടാവൂ എന്നുള്ളത് കൊണ്ട് ഞങ്ങളെ ആളുകൾ സമീപിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആ തരത്തിൽ കോൺഗ്രസോ UDF ഒക്കെ ഒരു ഡെസ്പറേഷൻ കാണിക്കേണ്ടതുണ്ടോ? തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി കാര്യങ്ങളൊക്കെ സെറ്റാണ്, UDF വീണ്ടും അധികാരത്തിലേക്ക് തിരികെ വരാൻ ഒരുങ്ങുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കേരള കോൺഗ്രസിനെ കിട്ടിയാലേ അധികാരം ഉണ്ടാവൂ എന്ന് പറഞ്ഞ് കേരള കോൺഗ്രസിന്റെ പിറകെ നടക്കേണ്ട അവസ്ഥയുണ്ടോ? അങ്ങനെ ഒരു അവസ്ഥ നിലവിലെ UDF-ന് ഇല്ല. പക്ഷേ UDF-ലേക്ക് വരാൻ താല്പര്യമുള്ള കക്ഷികൾക്ക് വരാം, അതിനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ UDF-ലുള്ള എല്ലാ കക്ഷികളും ഒറ്റക്കെട്ടായി നിന്ന് ഒന്നിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ റിസൾട്ടും ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ മിന്നുന്ന വിജയം കിട്ടിയത്. ഇപ്പോൾ ഓരോ പാർട്ടിക്കും UDF-ലും LDF-ലും ഓരോ പാർട്ടിക്കും കിട്ടിയ സീറ്റുകളുടെ എണ്ണവും മത്സരിച്ച സീറ്റുകളുടെ എണ്ണവും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകും. അപ്പോൾ അതിനപ്പുറത്തൊരു യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്താൽ തോൽക്കാൻ പോകുന്ന പിണറായി മുന്നണിയിൽ നിൽക്കണോ, ജയിക്കാൻ പോകുന്ന UDF-ൽ നിൽക്കണോ എന്നുള്ളതൊക്കെ ഓരോ കക്ഷികളുടെയും താല്പര്യമാണ്. അവർ നിലവിൽ അപ്പുറത്ത് നിൽക്കുന്ന ഒരു കക്ഷി എന്നുള്ള നിലയ്ക്ക് അവരുമായിട്ട് ഔദ്യോഗികമായിട്ട് യാതൊരു ചർച്ചകളും നടത്തിയിട്ടില്ല. അതിനപ്പുറത്ത് വ്യക്തിപരമായി പലരും തമ്മിലുള്ള സൗഹൃദ സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും വ്യക്തമായി എനിക്കറിയില്ല. നിലവിൽ ഇതുവരെ അങ്ങനെ ആരും സമ്മതിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. ജോസ് കെ മാണി പോലും അങ്ങനെ സംഭവിച്ചിട്ടില്ല, അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ അതിൽ ബാക്കിയെല്ലാം ഊഹാപോഹങ്ങളും ചിലരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും ഒക്കെയാണ്. അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് UDF-നെ സംബന്ധിച്ചിടത്തോളം ജയിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. കൃത്യമായിട്ട് ഞങ്ങളുടെ ജയം ഈ സർക്കാർ വിരുദ്ധ വികാരത്തിന്റെ മാത്രം ജയമാണെന്ന് ഞങ്ങൾ തെറ്റിദ്ധരിക്കുന്നില്ല. ഈ സർക്കാർ പ്രതിപക്ഷ നേതാവാണ് കൊള്ളയടിക്കുമ്പോൾ ആയിഷ പോറ്റി വന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. UDF-ലേക്ക് LDF-ൽ നിന്നുള്ള ഘടകകക്ഷികൾ, ഈ ഒരു ഘടകകക്ഷിയുടെ മാത്രം കാര്യമല്ല, വരുമെന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു. നിങ്ങൾ ഈസിയായി ജയിക്കുന്ന ഒരു കേക്ക് വാക്കായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് എങ്കിൽ പിന്നെ മറ്റുള്ളവർ വന്ന് ചേരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പരമാവധി നിങ്ങളുടെ ആളുകൾക്ക് സീറ്റ് ഉറപ്പാക്കിയാൽ പോരെ? അല്ല, ഞങ്ങൾ ഈസിയായിട്ട് ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഈ സമീപകാലത്ത് നടന്നിട്ടുള്ള ബൈ ഇലക്ഷൻസ് നോക്കാം, ലോക്കൽ ബോഡി ഇലക്ഷൻ നോക്കാം, ലോക്സഭാ ഇലക്ഷൻ നോക്കാം, നിയമസഭയിലെയും ലോക്സഭയിലെയും ബൈ ഇലക്ഷൻസ് നോക്കാം. ഏത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടും എടുത്തോട്ടെ, കഴിഞ്ഞ 5 കൊല്ലത്തിനുള്ളിൽ ഏത് റിസൾട്ടും എടുത്തോട്ടെ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ ജയിക്കാൻ പോകുന്നൊരു തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് വന്നു, വ്യക്തികൾ വന്നു. ഇപ്പോൾ CK ജാനുവിനെ പോലുള്ള ആളുകൾ UDF-ലേക്ക് വരുന്നു. അപ്പോൾ വ്യക്തികൾ വരും, ചിലപ്പോൾ ചില പാർട്ടികൾ വരും, ചില സിവിൽ സൊസൈറ്റികൾ കോൺഗ്രസിനോടും UDF-നോടൊപ്പം ചേരാൻ താല്പര്യപ്പെടും. അപ്പോൾ UDF എന്ന് പറഞ്ഞാൽ ഇത് മുന്നണി വിപുലീകരിക്കുമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടിയെ അപ്പാടെ അപ്പുറത്തുനിന്ന് അടർത്തി കൊണ്ടുവന്ന് ഇപ്പുറത്ത് ചേർക്കണമെന്നൊന്നും ഞങ്ങൾക്ക് ഒരു നിർബന്ധവും ഇല്ലെന്നേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള സംഘടനാ സംവിധാനം വെച്ചിട്ട് UDF-ഉം കോൺഗ്രസും അതിശക്തമായിട്ട് തന്നെ ജയിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിലാണ് മത്സരിക്കുന്നത്. 100-ലധികം സീറ്റിന്റെ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേക്ക് എത്താൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങളോടൊപ്പം നിൽക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക്, അപ്പുറത്ത് ശ്വാസം മുട്ടി നെടുവീർപ്പിട്ട് പല്ല് കടിച്ച് വിഷമം കഴിച്ച് നിൽക്കുന്ന ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർക്കും വരാം. അവർക്ക് മുമ്പിൽ വാതിലടക്കില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് കരഞ്ഞ് അവരുടെ കൈകാലം പിടിക്കാൻ ഞങ്ങൾക്കാർക്കും നേരമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ട പ്രക്രിയയിലാണ് ഞങ്ങൾ.